ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ അവസ്ഥകളിൽ നമ്മൾ ചെയ്തുകൂടാ അങ്ങനെയൊക്കെയുണ്ട്. അതായത് കൂടുതൽ നമ്മൾ ഒരു രോഗിക്ക് വളരെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിനകത്തൂടെ കടന്നു പോകുന്ന മെഡിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള ചില രോഗികളുണ്ട്. ചില കഫം എക്സസ് ആയിട്ടുള്ള രോഗികളുണ്ട്. അങ്ങനെയുള്ള കാർഡിയാക് ഇഷ്യൂസൊക്കെയുള്ള ചില രോഗികളുണ്ട്. അങ്ങനെയുള്ളവരിലൊക്കെ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുപോലെ സ്വേദ അനർഹനായിട്ടുള്ള പല ആൾക്കാരുമുണ്ട്. ഗർഭിണികൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിനകത്തുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് നമ്മൾ ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സ്വേദനം എന്നുള്ളൊരു പ്രൊസീജിയറായിട്ടാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. പഞ്ചകർമ്മയുടെ ഒരു പൂർവ്വകർമ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്വേദനം ചെയ്യുന്നത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പുറന്തള്ളാനാണ്. ഒരു മെയിൻ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പേ, പഞ്ചകർമ്മം ചെയ്യുന്നതിന് മുമ്പേ ബോഡിയെ ഒന്ന് പ്രാപ്തമാക്കിയെടുക്കാൻ, ബോഡിയുടെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായും നമ്മൾ ആയുർവേദത്തിൽ പത്രപോടല സ്വേദം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലൊക്കെയുള്ള കണ്ടീഷൻസ്, കിഴി ചെയ്തുകൂടാത്ത ആൾക്കാർ തീർച്ചയായും കിഴി ചെയ്യേണ്ട. പക്ഷേ ഒരു ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യനാണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്കിൻ നല്ലതായിട്ട് നിർത്താൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്ത് വയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് മന്ത്ലിയൊക്കെ വേണമെങ്കിൽ ഒരു കിഴിയൊക്കെ ചെയ്യാൻ പറ്റും, പത്രപോടല സ്വേദം ചെയ്യാൻ പറ്റും. ഒരു ട്രീറ്റ്മെൻറ്റ് പർപ്പസിൽ ചെയ്യുമ്പോൾ നമ്മൾ കോമൺലി ഒരു 7 days ആണ്, മിനിമം ഓഫ് 5 days ഒക്കെയാണ് നമ്മൾ ഒരു കിഴി എന്നുള്ള ആസ്പെക്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. ശേഷം ഒരു വിരേചനവും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രിസ്ക്രിപ്ഷനൊക്കെ വാങ്ങിയതിന് ശേഷം വീട്ടിൽ ചെയ്യാം. ഒരു അരമണിക്കൂറൊക്കെ വീട്ടിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിനകത്ത് മാത്രം നമുക്ക് കിഴി അപ്ലൈ ചെയ്യാൻ പറ്റും. ശേഷം വേണമെങ്കിൽ ഒരു വിരേചനം, ഒരു വയറിളക്കമൊക്കെ നടത്തി കഴിഞ്ഞാൽ ബോഡി ഒന്ന് പ്യൂരിഫൈഡ് ആയിരിക്കുകയും ചെയ്യും.